എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചെറിയുടെ ക്ലാസ് ആണ്. അവിടെ ഇപ്പോ ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷൻ നടക്കാനായി പോകുന്നത് പ്രമാണിച്ച് ചിയർ ഗേൾസ് ഗ്രൂപ്പിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടീം ചെറിയ പേര് കൊടുക്കാതെ തന്നെ അവളുടെ പേര് ആഡ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ട് അവൾ തിരക്കുമ്പോഴാണ് യു ആണ് അവളുടെ പേര് കൊടുത്തതെന്ന് അറിയുന്നത്. യുവിന്റെ അടുത്ത് വേഗം ചെറിയെന്ന് എന്നോട് ചോദിക്കാതെ എന്റെ പേര് എന്തിനാ കൊടുത്തത്, എനിക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, എനിക്ക് ഇതിനൊന്നും വരാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയുന്ന ടീം കൂട്ടത്തിൽ തന്നെ എന്നോട് നീ മിണ്ടാൻ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് യു തിരക്കുന്നത് അവൾക്ക് എന്താണ് അവനോട് ഇത്ര പ്രശ്നം എന്നാണ്. പക്ഷെ അതിനൊരു ഉത്തരം അവൾക്ക് കൊടുക്കാനായില്ല. കാരണം ക്വിന്നിന്റെ കാര്യം പറയേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ അവൾ മിണ്ടാതിരിക്കുമ്പോ നീ എനിക്ക് വാക്ക് തന്നതാണ്, ഞാൻ നിന്നെ സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്തപ്പോ എന്റെ കൂടെ ബാസ്കറ്റ്ബോൾ കളിക്കാനായിട്ടും വന്ന സമയത്ത് എന്നെ ചീർ ചെയ്യാന്നൊക്കെ എന്റെ കോമ്പറ്റീഷൻ, അപ്പൊ നീ എന്നെ വന്ന് ചീർ ചെയ്തേ പറ്റൂന്ന് അവൻ പറയുന്ന ടീം. ഞാൻ നിന്നെ ചീർ ചെയ്യാന്ന് പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞ നിനക്ക് വേണ്ടി ചിയർ ഗേൾ ആവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ പേര് കട്ട് ചെയ്യാനായി ടീച്ചറിന്റെ പുറകെ പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഓൾറെഡി അവിടെ ഈ ഒരു ഗ്രൂപ്പില് ലിയാങ്ങും അവളുടെ കുറച്ച് ഫ്രണ്ട്സും ചേർന്നിരിക്കുന്നു. ചെറിയുടെ പേരും അതിലുണ്ടെന്ന് കാണുമ്പോൾ ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇവൾക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. എന്നിട്ട് വെറുതെ ഇതിലും പേര് കൊടുത്തിരിക്കുക, പഠിക്കാനും വയ്യ പേരും കൊടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അവളെ കുറെ കുറ്റം പറയുന്നു. എന്തായാലും മിസ്സിന്റെ അടുത്തേക്ക് തന്റെ പേര് കട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് ചെല്ലുന്ന ചെറിയ അവിടെ ഓൾറെഡി പിന്നും ഇതിൽ ചേരാനായി വന്നിരിക്കുന്നു എന്ന് കണ്ട് അവളുടെ പേര് കട്ട് ചെയ്യാതെ പിന്നിന്റെ അടുത്ത് പോകുന്നുണ്ട്. കാരണം ഇത് പിന്നിനോടുള്ള ആ ഒരു അകൽച്ച മാറ്റിയെടുക്കാൻ ഒരു അവസരമായാലോ എന്ന് കരുതി. അങ്ങനെ എന്തായാലും ഇവർ പിന്നീട് ചിയർ ഗ്രൂപ്പിന്റെ പ്രാക്ടീസിനും കാര്യങ്ങൾക്കും പോകുന്നത് യുവും അവന്റെ ഫ്രണ്ട്സും കാണുന്നുണ്ട്. അവള് പേര് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പേര് കട്ട് ചെയ്തില്ലെന്നെല്ലാം യുവിന്റെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ അവൾ കട്ട് ചെയ്യരുതെന്നാ ഞാൻ ആഗ്രഹിച്ചത്, പിന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയും ആക്ച്വലി ഇവർക്കിടയ്ക്ക് സംസാരിക്കാനേ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം അവളുടെ പേര് കൊടുത്തതാണെന്ന് യു പറയുന്നത് നമുക്ക് കേൾക്കാം. എന്തായാലും ആ പ്രാക്ടീസിനും കാര്യങ്ങൾക്കും പോകുമ്പോഴൊക്കെ തന്നെ പിന്നിനോട് ചെറിയ നല്ലവണ്ണം മിണ്ടാനും ആ ഒരു അകൽച്ച മാറ്റിയെടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെറിയ പക്ഷെ വലിയ മൈൻഡ് ചെയ്യുന്ന മട്ടില്ല. അങ്ങനെ ടീച്ചർ എത്തി ഇവരിൽ ഒരാളെ ലീഡർ ആക്കാനായി ഒരുങ്ങുന്നു. ഈ ഒരു ടീം കൂടുതൽ കുട്ടികളും ലിയാങ്ങിന്റെ പേരാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ക്വിന്നിനും ഇതിൽ ലീഡർ ആവാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ചെറിയ അതിനെപ്പറ്റി ക്വിൻ പറഞ്ഞില്ലെങ്കിലും ടീച്ചറിനോട് ക്വിന്നിന്റെ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ ക്വിന്ന് നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് തന്നെ ലിയാങ്ങോ ക്വിന്നോ ഇതിലൊരാളെ സെലക്ട് ചെയ്യാമെന്ന് ടീച്ചർ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഗ്രൂപ്പ് തിരിക്കാനായി പോകുമ്പോൾ എല്ലാവരും ലിയാങ്ങിന്റെ ഗ്രൂപ്പിൽ ചേരാനായിട്ടാണ് തിരക്ക് കൂട്ടുന്നത്. ക്വിന്നിനെയും ചെറിയ ഒറ്റപ്പെടുത്തുന്ന കണക്ക് അവരങ്ങ് മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ നിന്നാ പറ്റില്ല, ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ടതാ, ഒരു ഗ്രൂപ്പിൽ 4 പേര് വേണം, അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇവരുടെ ഗ്രൂപ്പിലും ചേരാനായി ടീച്ചർ പറയുമ്പോൾ ആദ്യം കുട്ടികൾക്ക് ഭയങ്കര മടി കണക്കാണ്. കാരണം ചെറിയ പറ്റി ഒന്നാമത്തെ കുട്ടികൾക്കിടയിൽ ഒരു മോശം ഇംപ്രഷൻ ആണല്ലോ ഉള്ളത്. പക്ഷെ ടീച്ചർ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ആയി അവരെ ഗ്രൂപ്പ് തിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ലിയാങ് ആകട്ടെ ചെറിക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നോക്കുന്നു. ചെറിയ നന്നായി ഡാൻസ് കളിക്കുന്നില്ല, ഡാൻസ് കളിച്ച് തന്നെ തട്ടിയിട്ടു എന്നിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നോക്കുമ്പോൾ ബാക്കി കുട്ടികളൊക്കെ തന്നെ ചെറിയ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ലിയാങ് എന്ത് പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ ചെറിയുടെ ഭാഗത്ത് നിന്ന് ചെറിയെ സപ്പോർട്ട് ചെയ്ത് ചെറിയാണ് ശരി, ലിയാങ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലാക്കി തന്നെ ക്വിൻ ചെറിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയോട് പിണക്കം മാറിയ കണക്ക് നേരിട്ട് ക്വിൻ സംസാരിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുന്നത് അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഇവരുടെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാനായി പോകണം. പക്ഷെ ക്വിൻ വന്നുമില്ല, ആ ഒരു കാര്യം ചെറിയ അറിയിച്ചില്ല. അങ്ങനെ ചെറിക്ക് ഒറ്റയ്ക്ക് ഇവരുടെ കൂടെ പോകേണ്ടി വരുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവളെ സെലക്ട് ചെയ്യുന്ന ഒന്നും തന്നെ ഇവർക്കൊന്നും ഇഷ്ടപ്പെടാതെ അവളെ തീർത്തും ഒറ്റപ്പെടുത്തി അവളെ കൂടെ കൂട്ടാതെ ഒറ്റയ്ക്കാക്കി അവർ അവിടെ നിന്ന് മടങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ഒറ്റയ്ക്കായി പോകുന്ന ചെറിയ ആകെ പേടിക്കുന്നു. കാരണം അവൾക്കത് പുതിയ സ്ഥലമാണല്ലോ. അവൾ ആദ്യം എന്ത് ചെയ്യും, ജി അങ്ങനെ വിളിച്ചാലോ എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിലും അത് വേണ്ട എന്ന് കരുതി കഷ്ടപ്പെട്ട് തിരിച്ച് വീടിന്റെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ജിയാങ് അവളെ ഇടയ്ക്ക് അവന്റെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് അവൻ വിളിച്ച നമ്പറെ തിരിച്ച് വിളിക്കാന്ന് കരുതുന്നത്. അവന്റെ മൊബൈൽ അല്ലത്, പക്ഷെ അവനെ അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ്. എന്നിരുന്നാലും വിളിക്കാതെ അവൾ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ക്വിൻ വരാഞ്ഞത് അവളുടെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നത്. വേഗം തന്നെ ഇവരെല്ലാവരും കൂടി ക്വിന്നിന്റെ അച്ഛനെ കാണാനായി പോകുന്നു. അദ്ദേഹം ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. താൻ ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് ചെലവും മറ്റു കാര്യങ്ങളും ഒപ്പം തന്നെ ക്വിന്നിന്റെ പഠനവും എല്ലാം ബുദ്ധിമുട്ടിലാവില്ലെന്ന് ഈ ടീം അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കോവർക്കേഴ്സ് ആയ നമ്മുടെ യുവിന്റെ അച്ഛനും ചെറിയുടെ അച്ഛനും ഒക്കെ തന്നെ കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, അവിടെ വെച്ചല്ലേ നിനക്ക് ഈ പരിക്കേറ്റത്, അതിന്റെ ചികിത്സയും കാര്യങ്ങളും അല്ലേ ഇപ്പോഴും നടക്കുന്നത്, അത് സാരില്ല, അതൊക്കെ മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയുന്നു. കൂടാതെ അവര് തന്നെ ബൈസ്റ്റാൻഡറായി മാറി തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാനും ക്വിൻ ക്ലാസ്സിന് പോട്ടെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ക്വിൻ അച്ഛന് ഹോസ്പിറ്റലിലേക്ക് വേണ്ട ചില സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കൂടെ ചെറി ഉണ്ടായിരുന്നു. അവൾ അതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ക്വിന്നിനോട് നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി നീ അല്ല എന്നോട് ദേഷ്യപ്പെടേണ്ടത്, ഞാൻ വെറുതെ നീ ഒരു തെറ്റ് ചെയ്യാഞ്ഞിട്ടും നിന്നോട് പിണങ്ങിയും ഓരോന്ന് പറയുകയൊക്കെ ചെയ്തില്ലേ, എന്നിട്ടും നീ അതൊന്നും മനസ്സിൽ വെച്ചില്ലല്ലോ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, ആരോടും ഇല്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യുന്നുണ്ട്. കൂടാതെ യുവിനോടും ഇപ്പൊ ഈ ഒരു പ്രശ്നം സോൾവ് ആയതുകൊണ്ട് തന്നെ ഒരു പിണക്കവും ഒരു അകൽച്ചയും ചെറി കാണിക്കരുത്, പഴയ കണക്ക് ഫ്രണ്ടായി ഇരിക്കണമെന്നും ക്വിൻ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ചെറി വളരെ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇവരുടെ സ്പോർട്സ് ഡേ ദിവസമാണ് ഈ ബാസ്കറ്റ്ബോൾ മാച്ച് ഒക്കെ നടക്കുന്നത്. അന്ന് ഒരാവശ്യത്തിന് സ്കൂളിലേക്ക് ജിയാങ് വരുന്നുണ്ട് എന്ന കാര്യം അറിയുമ്പോൾ ചെറി വളരെ എക്സൈറ്റഡ് ആവുന്നു. അവൾ ആ ഒരു സ്പോർട്സ് മീറ്റിന് പോകുന്ന ടീം ജിയാങ് വരുന്നത് കൊണ്ട് തന്നെ അവന് വേണ്ടി വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യലായി തയ്യാറാക്കി കൊണ്ടുപോകണമെന്ന രീതിക്ക് അമ്മയോട്
സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി തരണേന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയാണെന്ന്. എന്തായാലും ഇതിന്റെ ഇടയിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോഴും ക്വിന്നിന്റെ അച്ഛനുള്ളത്. അദ്ദേഹത്തെ കാണാനായി ജിയാങ്ങിന്റെ അച്ഛൻ വരുന്നുണ്ട്. അദ്ദേഹം കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടീം അത് വാങ്ങാനായി ക്വിൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇനി തുകയൊന്നും കിട്ടില്ല. അവിടെ ആക്സിഡന്റ് നടന്നത് കുറെ നാളെ മുന്നേ അല്ലേ, ഇപ്പൊ കുറെ വർഷമായി കമ്പനി ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇനിയൊന്നും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഒരു സഹായത്തിന് ഈ കാശ് വെച്ചോ എന്നൊക്കെ പറയുമ്പോൾ അവൾ മനസ്സോടെ അത് വാങ്ങുന്നു. ഇതേ ടീം ക്വിന്നിന്റെ അച്ഛനാകട്ടെ ഈ കാശ് കിട്ടുന്ന ഒരു സമാധാനത്തിലാണ് ഹോസ്പിറ്റലിൽ നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോകും, എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, എനിക്ക് ഇവിടെ ഇങ്ങനെ കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബഹളമൊക്കെയാണ്. അവൾക്കാണെങ്കിൽ അത് ഭയങ്കര സ്ട്രെസ് ആയി മാറുന്നുണ്ട്. ആക്ച്വലി അച്ഛൻ സ്വന്തം കാര്യം പോലും നോക്കാതെ എപ്പോഴും മകളായ ക്വിന്നിന് വേണ്ടി ജീവിച്ച ഒരാളാണെന്ന് അവൾക്കറിയാം. അച്ഛന്റെ എന്തെങ്കിലും വയ്യാഴിക വന്നാൽ പോലും കാശ് മുടക്കി ഹോസ്പിറ്റലൊന്നും പോവാതെ ആ കാശ് ക്വിന്നിന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ ചെലവാക്കാനൊക്കെ ആഗ്രഹിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന ആളാണ്. അവൾക്ക് ഇപ്പം മൊത്തത്തിൽ സങ്കടാവുന്നുണ്ട്. തന്റെ അച്ഛനെ തനിക്ക് നന്നായി നോക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ അതിൽ അവൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയി ഉറക്കൊന്നും ഇല്ലാണ്ട് ആകെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷൻ നടക്കുന്ന ആ ഒരു സ്പോർട്സ് ഡേയുടെ ദിവസം ഭയങ്കര ടയേർഡായിട്ടാണ് ക്ലാസ്സിന്റെ അവിടേക്ക് ക്വിൻ എത്തുന്നത്. അവൾ ഭയങ്കര ടയേർഡ് ആണെന്ന് കണ്ട് അവിടെ ചെറിയ അവളോട് സംസാരിക്കുമ്പോൾ ഉറക്കമൊന്നും ഇല്ലല്ലോ അതിന്റെയൊക്കെ ആണെന്നെല്ലാം ക്വിൻ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കോൺവെർസേഷൻ മാറി നിന്ന് ലിയാങ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേ ടീം ആ ഒരു പ്രോഗ്രാം പങ്കെടുക്കാനായി ജിയാങ് എത്തുന്നുണ്ട്. കൂടെ അവന്റെ അമ്മയുണ്ട്. ആക്ച്വലി അവൻ ഇവിടെ കൊണ്ടുവരുന്നത് ഇന്ന് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അവിടെ ചീഫ് ഗസ്റ്റ് ആയി വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഒക്കെ എത്തുന്നുണ്ട്. അപ്പൊ അവരെ ഒരു ചാൻസിന് അവിടെ കണ്ട് സംസാരിക്കാലോ എന്ന രീതിക്കാണ് ജിയാങ്ങിനെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അമ്മ അവനോട് പ്രത്യേകം അവരെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകണം, നിനക്ക് പഠിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതായത് ഇവൻ ഫ്രണ്ട്സിനെ കാണാനൊന്നും നിൽക്കണ്ട എന്നാണ് അമ്മ പറയുന്നത്. കൂടാതെ അമ്മയും അവന്റെ കൂടെ അങ്ങോട്ട് ചെല്ലും എന്നൊക്കെ പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടിരിക്കുകയാണ്. അമ്മ അവന് യാതൊരു ഫ്രീഡവും കൊടുക്കാതെ കൂട്ടിലടച്ച കിളിയെ കണക്ക് മാത്രമാണ് അവനെ പരിഗണിക്കുന്നത്. അവനത് വലിയ ശ്വാസമുട്ടലാണ്. കാരണം അവനായി ഒന്ന് ജീവിക്കാൻ ഒരു അവസരം അമ്മ കൊടുക്കുന്നില്ല. എന്തായാലും അവനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി ചിയർ ഗേൾ ഡ്രസ്സിൽ റെഡിയായി നമ്മുടെ ചെറിയൊക്കെ വരുമ്പോൾ ചെറിയെ കണ്ട് ഭയങ്കരമായിട്ട് യു അന്തം വിട്ടിരിക്കുകയാണ്. കാരണം അത്രയും മനോഹരമായിട്ടുണ്ടായിരുന്നു. യു മാത്രമല്ല, ചെറിയുടെ ഡെസ്ക് മേറ്റ് ആയ അവളുടെ ക്ലാസ്സിലെ ആ ലീഡർ പയ്യൻ പോലും ഇവൾ ഇത്രയും സുന്ദരിയാണോ എന്ന് പറഞ്ഞ് വായി നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ചെറിയുടെ ബാക്കി ഫ്രണ്ട്സ് നീ കൂടുതൽ വായി നോക്കണ്ടെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് മാറ്റുന്നു. അങ്ങനെ ഇവരുടെ പ്രോഗ്രാമിന് മുന്നേ ഇവരെല്ലാരും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായി നിൽക്കുന്നു. ഈ ഒരു ടീം 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വെച്ചാണ് ഓരോ സ്റ്റെപ്പ് ഇടേണ്ടത്. ആ ഒരു സമയത്ത് ക്വിന്നിനെ പിടിച്ച് പൊക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ ക്വിൻ ആ സമയത്ത് അവൾ ഓൾറെഡി വളരെ വീക്ക് ആയിരുന്നുകൊണ്ട് തന്നെ സ്ലിപ്പായി താഴെ വീഴുന്നു. ടീച്ചർ എത്തി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പെട്ടെന്ന് സ്ലിപ്പ് ആയതാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും മുന്നേ അവൾക്ക് ഉറക്കക്കുറവ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ അവൾ ചെറിയോട് പറയുന്നത് കേട്ടിരുന്ന ലിയാങ് ഇവള് നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇവളെ ഇനി ഡാൻസ് കളിപ്പിച്ച കാണാൻ മറിഞ്ഞടിച്ച് തലയിടിച്ചൊക്കെ വീണ പ്രശ്നമായ അത് ഭയങ്കര പ്രശ്നമാവും, ഇത്രയും വലിയൊരു പ്രോഗ്രാം കുളമാവും, അത് ശരിയാവില്ല, മിസ്സിന് അത് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് മിസ്സിനെ ലിയാങ് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയും ക്വിന്നും ഒക്കെ അടങ്ങുന്ന ആ 4 പേരുള്ള ഗ്രൂപ്പിനെ ഇതിൽ നിന്ന് മിസ് മാറ്റി നിർത്തുന്നു. ഈ ഒരു ടീം ആദ്യം ക്വിന്നിനെ ബാക്കി 2 പെൺപിള്ളേർ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിനക്ക് ഉറങ്ങാൻ മേലായിരുന്നു, നീ ഉറങ്ങാഞ്ഞോണ്ടല്ലേ, നീ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ആയെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ആ ടീം ചെറിയ അവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാവുന്നു. അവർക്ക് ആ സമയത്ത് ലിയാങ്ങിനെ പറ്റിയാണ് ഒരു മോശം ഇംപ്രഷൻ ഉള്ളിൽ ഉണ്ടാവുന്നത്. കാരണം ഇവർ ലിയാങ്ങിന്റെ ഫ്രണ്ട്സ് ആണ്. ലിയാങ്ങിന്റെ കൂടെ ഗ്രൂപ്പിൽ ചേരാനായി നോക്കിയപ്പോൾ മിസ് അങ്ങനെ പറ്റില്ല, ഒരു ഗ്രൂപ്പിൽ 4 പേര് വേണമെന്ന് പറഞ്ഞ് ഇവർ ഈ ഗ്രൂപ്പിലേക്ക് ആക്കിയതാണ്. പക്ഷേ തന്റെ ഫ്രണ്ട്സ് അല്ലേ അവരെങ്കിലും കളിക്കട്ടെ എന്ന രീതിക്ക് പോലും ആ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം ഓർത്ത് പോലും ലിയാങ് ഒന്നും മിണ്ടാതിരുന്നില്ലല്ലോ. ആ ഒരു അവസരത്തിലും ഇവരെ പുറത്താക്കിക്കൊണ്ട് തന്റെ ഫ്രണ്ട്സിന് പണി കിട്ടുന്നെങ്കിൽ പണി കിട്ടട്ടെ എന്ന രീതിക്കല്ലായിരുന്നോ ലിയാങ്ങിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് അവളുടെ ഫ്രണ്ട്സിന് തന്നെ സങ്കടാവുന്നുണ്ട്. അവളപ്പോൾ നമ്മളൊന്നും ഒരു ഫ്രണ്ടായി പോലും പരിഗണിക്കാഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നമ്മളോട് ചെയ്തതെന്ന്. നമ്മൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ടിന് ഒരു പണി കിട്ടാനേ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു പരിഗണനയും ലിയാങ് കാണിച്ചിട്ടില്ല എന്നതാണ് ഈ ഫ്രണ്ട്സിന്റെ സങ്കടം. എന്തായാലും അവരായിട്ട് പിന്നീട് ടീച്ചറിനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. മുകളിൽ കയറി നിൽക്കുമ്പോഴല്ലേ വീഴാൻ ചാൻസ്, മുകളില് ചെറു കയറി നിൽക്കട്ടെ, ബാക്കി സ്റ്റെപ്പൊക്കെ കിഴന്ന് ചെയ്യുന്നതിൽ കുഴപ്പമില്ലാന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ലിയാങ് അതിനെ എതിർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ടീച്ചർ ശരിയാ പറഞ്ഞത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോന്ന് പറയുന്നുണ്ട്. കൂടാതെ ടീച്ചർ അവരെ നന്നായി ചിയർ ഡാൻസ് ചെയ്യാനായി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഡാൻസ് ഇവിടെ സ്റ്റാർട്ട് ആവാനും പോകുന്ന ആ ഒരു ടൈമാണ് അങ്ങോട്ടേക്ക് ജിയാങ്ങും അമ്മയും എത്തുന്നത്. അമ്മയ്ക്ക് പക്ഷെ അകത്തേക്ക് വരാൻ സാധിക്കാതെ അമ്മ അവിടെ വെളിയിൽ ക്ലാസ് ടീച്ചറിനോട് സംസാരിച്ച് അവിടെ നിൽക്കുമ്പോഴേക്കും അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ജിയാങ് അകത്തേക്ക് എത്തുകയും കറക്റ്റായി ചെറിയുടെ ഡാൻസ് നടക്കുന്ന ടീം അത് കാണാനായി അവന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ തന്റെ ഡാൻസ് കണ്ടു എന്നത് അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ അവർ കുറച്ച് നാളുകൾക്ക് ശേഷം ഹാപ്പിയായി പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ചെറിയാകട്ടെ ജിയാങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ഫുഡ് അവന് കൊടുക്കാനായി ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അവന്റെ അമ്മ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ പോയി പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന രീതിക്ക് അവൾ മാറി നിൽക്കുകയാണ്. പക്ഷെ ഇടയ്ക്ക് അവന്റെ അമ്മയെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് അമ്മയ്ക്ക് തിരക്കാവുമ്പോൾ അമ്മ കൂടെ വന്ന ഡ്രൈവറിനെ ജിയാങ്ങിന്റെ കൂടെ നിൽക്കാനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ ഡ്രൈവറായിട്ട് ഇവനിങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ നിന്ന് സംസാരിക്കണമെന്ന് മനസ്സിലാക്കി അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിന് എന്നാൽ ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ബാക്കിയുള്ളവർ കാണണ്ടെന്ന രീതിക്ക് യുവിന്റെയും ബാക്കി ഫ്രണ്ട്സിന്റെ സഹായത്തോടു കൂടി മാറി നിന്ന് സംസാരിക്കാനായി ചെറിക്കും ജിയാങ്ങിന് ഒരു അവസരം കിട്ടുന്നു. ആ ടീം കൊണ്ടുവന്ന ഫുഡൊക്കെ അവൾ അവന് കൊടുക്കുകയും വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് സത്യത്തിൽ യുവിനെ സങ്കടപ്പെടുത്തുന്നുണ്ട്.
നോക്കുന്നുണ്ട്. എന്നാലും ചെറിയുടെ സങ്കടത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ആകുമല്ലോ, അവൾക്ക് സന്തോഷമാകുമല്ലോ എന്ന രീതിക്ക് അവൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇത് ബാക്കി കുട്ടികൾ കാണാതിരിക്കാനേ, പ്രത്യേകിച്ച് ലിയാങ്ങും കങ്ങും ഇത് കാണാതിരിക്കാനേ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരത് കണ്ടുപിടിക്കുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് മാറാനായി നോക്കി ജിയാങ് ആകട്ടെ ചെറിയൊരു ആക്സിഡന്റ് പെടാണ്. അങ്ങനെ അവന്റെ തലയൊക്കെ ഒന്ന് പൊട്ടുന്നുണ്ട്. തുടർന്ന് അവൻ ഹോസ്പിറ്റലിൽ ആകുമ്പോഴേക്കും ചെറിയ ഭയങ്കര സങ്കടമാണ്. അവൾ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾ സങ്കടപ്പെടുമ്പോൾ സാരമില്ല, ഇതൊന്നും വീട്ടിൽ പറയാൻ നിൽക്കണ്ടെന്ന് ഡ്രൈവർ പേടിച്ച് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കാര്യം അറിഞ്ഞെത്തുന്ന ജിയാങ്ങിന്റെ അച്ഛൻ അവിടെ ചെറിയെ കാണുകയും കാര്യം തിരക്കുമ്പോൾ അവൾ നടന്ന കാര്യങ്ങളെല്ലാം മണി പോലെ പറയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അദ്ദേഹമായിട്ട് അവളോട് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കാണാം ജിയാങ്ങിന്റെ അമ്മ അറിഞ്ഞ കഥ തീർന്നത് തന്നെ. ഒന്നാമത് ചെറിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ അവളെ കാണുന്നതോ മിണ്ടുന്നോ ഒന്നും തന്നെ ജിയാങ്ങിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇപ്പതേ അവളെ അവൻ അമ്മയുടെ അനുവാദം ഇല്ലാതെ പോയി കാണുകയും ചെയ്തു. ഉടനടി കോമ്പറ്റീഷൻ വരാൻ പോവാണ്. അതിനുവേണ്ടി അവനെ ഭയങ്കരമായിട്ട് അമ്മ പ്രിപ്പയർ ചെയ്യിച്ചോണ്ടിരിക്കുമ്പോഴേ അവനിപ്പോ തലയ്ക്ക് പരിക്കേറ്റ് ഹോസ്പിറ്റലിലും ആയിരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നത്തിന്റെ വക്കിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.